തമിഴ് ബിഗ് ബോസ് സീസൺ 8 അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പൊ 10ാമത്തെ ആഴ്ച പുറത്തേക്ക് ആരാണ് പോകുന്നത് അറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പൊ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഒരു പ്രൊമോയൊക്കെ വന്നു കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ വിവരങ്ങളൊക്കെ അറിഞ്ഞതാണ്. അപ്പൊ ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയകളിലൊക്കെ ഒത്തിരി റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രചരിക്കുന്നുണ്ട്. പലരും എവിക്റ്റ് ആയി, അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആയി എന്നുള്ളത് അത് പർപ്പസ്ഫുള്ളി പലരും അടിച്ചിറക്കുന്നുണ്ട്. അത് പല ഹിഡൻ അജണ്ടയാണ് ഇതിന്റെ പിന്നിലൊക്കെ പല PR ടീമുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. നിലവിൽ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു 10ാമത്തെ ആഴ്ചയിൽ പുറത്തായിരിക്കുന്നത് നമ്മുടെ സത്യയാണ്. അപ്പം ഈ ഒരു ദിവസത്തെ സാറ്റർഡേ എപ്പിസോഡിൽ തന്നെ ആദ്യം തന്നെ ഒരു എവിക്ഷനോടെയാണ് തുടങ്ങുന്നത് എന്ന് നമുക്കൊരു പ്രൊമോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇന്നത്തെ പ്രൊമോ ഒക്കെ ഓൾറെഡി പുറത്ത് വിട്ടു കഴിഞ്ഞു. അത് നമ്മുടെ വിജയ് സേതുപതി എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞതുപോലെ പാസുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഫാൻസിനോട് പുറത്തേക്ക് വിട്ടുകൊള്ളാനൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ സത്യ നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിൽ വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നെ പുറത്തേക്ക് കൊണ്ടുപോരാൻ മതി, എനിക്ക് മതിയായി എന്നൊക്കെ. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിജയ് സേതുപതി സത്യയുടെ എലിമിനേഷൻ കാണിക്കുന്നത് തന്നെ. അപ്പം എന്താണെന്നുണ്ടെങ്കിലും നല്ലൊരു കാര്യം തന്നെയാണ്. സത്യമൊന്നും പ്രത്യേകിച്ച് ഈ ഒരു ഹൗസിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യുന്നില്ല. വെറുതെ അവിടെ എന്തൊക്കെയോ ചെയ്ത് ഉണ്ടുറങ്ങി കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും വേറെ പല കണ്ടസ്റ്റൻസും ഉണ്ട് അവിടെ. സൗന്ദര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 10ാമത്തെ വീക്കായിട്ടും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്നിട്ടും തമിഴ് ഓഡിയൻസ് എന്തുകൊണ്ട് സൗന്ദര്യമൊക്കെ അവിടെ നിർത്തുന്നു അറിയത്തില്ല. സ്റ്റിൽ ഓക്കെ, വാട്ട് എവർ, നമുക്ക് നോക്കാം. ഇപ്പൊ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം സത്യമാണ് 10ാമത്തെ ആഴ്ചയിൽ ആദ്യ എവിക്ഷൻ ആയിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നത്. രണ്ടാമതൊരു എവിക്ഷൻ കൂടി ഉണ്ടെന്നാണ് അറിയുന്നത്. നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടുകളിലൊക്കെ കാണുന്നത് പോലെ തർഷികയാണ് വോട്ടിൽ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ വിശാല്, റയാനൊക്കെ വോട്ടിങ്ങിൽ പിറകിലുണ്ട്. അപ്പം നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് നമ്മുടെ തർഷികയുടെ ഒരു എവിക്ഷൻ കൂടി ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കൺഫേം ചെയ്തതിനു ശേഷം അറിയിക്കുന്നതായിരിക്കും. നിലവിൽ സത്യയുടെ എവിക്ഷൻ കൺഫേം ആയി എന്നാണ് അറിയുന്നത്. അത് സാറ്റർഡേ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നുമുണ്ട്. നമുക്ക് പ്രൊമോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.